ഹിമാലയത്തിലെ ചാർധാം യാത്രയുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നതെന്നാണ്. ഞങ്ങൾ ബസ്, പ്രത്യേകിച്ചൊരു ബസ് തയ്യാറാക്കിയിരുന്നു. 22 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിമാലയ യാത്ര ഹരിദ്വാറിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ബസ്സിലാണ് ഈ യാത്ര. ഇനി ഏകദേശം 2 ആഴ്ചയിലധികം ഈ ബസ്സിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ യാത്രയും. അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ സ്ഥലമെടുത്ത് വൈകുന്നേരങ്ങളിൽ റൂം എടുക്കും. പക്ഷേ നമ്മുടെ ആഹാര സാധനങ്ങളും എല്ലാം ഈ ബസ്സിനകത്ത് തന്നെ, പാകം ചെയ്ത ആഹാരങ്ങളെല്ലാം ഈ ബസ്സിനകത്ത് തന്നെ ഉണ്ടാകും. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ അടുപ്പും ഗ്യാസ് കുറ്റിയും എല്ലാം ഈ ബസ്സിനകത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെ ഈ ബസ്സായിരിക്കും ഞങ്ങൾക്ക് ഇനി വരുന്ന 2 ആഴ്ച, ഒരു 15 ദിവസത്തേക്ക് ഈ ബസ്സായിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം. അത് യാത്രാ ഇടം എന്ന് മാത്രമല്ല, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയായിരിക്കും. രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ റൂം എടുക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഹിമാലയത്തിലെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. വളരെ ദുർഘടമായ വഴികളിൽ കൂടിയാണ് യാത്ര, പക്ഷേ വളരെ മനോഹരമാണ്. അത് ബാർക്കോട്ട് പ്രദേശത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബാർക്കോട്ട് പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. യമുന നദിയുടെയും അതുപോലെ മറ്റു ചില നദികളുടെയും കൈവഴികൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ എന്നിവയൊക്കെ ഒരു പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾ, വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികൾ, മഞ്ഞുമൂടിയ കൊടുമുടികൾ, ഇവയെല്ലാം ചുറ്റപ്പെട്ട ബാർക്കോട്ട് ഒരു വല്ലാത്ത പ്രകൃതി സൗന്ദര്യത്തിൻ്റെ അതിശയകരമായ ഒരു ക്യാൻവാസ് നമ്മുടെ മുന്നിൽ വരച്ചിടുന്നുണ്ട്. എങ്കിൽ പോലും സ്ഥിരമായിട്ട് ഈ ചാർധാം യാത്രയ്ക്കും ഹിമാലയ യാത്രയ്ക്കും വരുന്നവരുടെ ഒരു യാത്രാ മാർഗമാണ് നമ്മൾ ഈ പോകുന്ന റോഡ്. ചെറിയ റോഡാണ്, സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ റോഡാണ്. താഴെ മനോഹരമായ നദി, നല്ല പച്ച നിറത്തിൽ നമ്മുടെ ഇവിടുത്തെ വലിയ കായലുകളിലൊക്കെ അല്ലെങ്കിൽ കുളങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് പോലെയാണ് നമ്മളവിടെ നല്ല പച്ച നിറത്തിലുള്ള വെള്ളം ഒഴുകും നമ്മൾ കാണുന്നത്. ഹിമാലയത്തിലുള്ള വളരെ ശുദ്ധമായ വെള്ളമാണ് ആ നദികളിൽ കൂടിയൊക്കെ ഒഴുകുന്നത്. പിന്നെ ഹിമാലയത്തിലെ ചെറിയ ചെറിയ കൈവഴികൾ, ഹിമാലയത്തിൻ്റെ ഓരോരോ അടരുകളിൽ നിന്നും പൊട്ടി ഒഴുകുന്ന ചെറിയ ചെറിയ ജലസ്രോതസ്സുകൾ, ചെറിയ ചാലുകൾ, അതെല്ലാം ഈ നദിയിലേക്ക് വന്ന് ഇറങ്ങുന്നത് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ബസ്സിലിരുന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഒളിഞ്ഞിരിക്കുന്ന രത്നമാണ് ഈ ബാർക്കോട്ട് പ്രദേശം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. തിരക്കേറിയ ജനക്കൂട്ടത്തിൽ നിന്നും മാറി പ്രകൃതി സേനികൾക്കും അതുപോലെ സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ആത്മീയ തീർത്ഥാടകർക്കും ഒരുപോലെ ശാന്തമായ ഒരു വിശ്രമ സ്ഥലം, അതാണ് ഈ പ്രദേശം. എല്ലാം മനോഹരമായ പട്ടണമാണ് ബാർക്കോട്ട്. നമുക്കൊരു മനോഹരമായ പട്ടണം തന്നെ നമുക്ക് കാണുന്നുണ്ട്. പലയിടത്തും നമ്മൾ പട്ടണമെന്ന് പറയുന്നതിനേക്കാൾ ഈ പ്രദേശം അത്ര മനോഹരമാണ്. അത് ദുർഘടമായ വഴിയാണ്. മണ്ണിടിഞ്ഞ് വീണ് പാറകൾ നിറഞ്ഞ പ്രദേശം. താഴെ നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ ഗർത്തം. അവിടെ താഴെ ഏകദേശം 100 അടിയോളം താഴെ നദി ഒഴുകുന്നത് കാണാം. 100 അടി 200 അടി താഴെ നദി ഒഴുകുന്നത് കാണാം. വാഹനത്തിൽ ഡ്രൈവർക്കോ ചെറിയ ഒരു കൈപ്പിഴ പറ്റിയാൽ, കണ്ണുപിഴ പറ്റിയാൽ ഈ ഞങ്ങളുടെ കാര്യമൊക്കെ ഭഗവാൻ ശിവൻ്റെ കാരുണ്യത്തിന് മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ. അത്ര വലിയ ദുർഘടമായ വഴിയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യമുന നദിയാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി. അതിൻ്റെ ചെറിയ ചെറിയ കൈവഴികളിലാണ് നമ്മൾ ഈ കാണുന്നത്. പവിത്രമായ പ്രഭാവലയും ആത്മപരിശോധനയ്ക്കും ഭക്തിക്കും ശാന്തമായ ഒരു അഭയം നൽകുന്ന ഒരു പ്രദേശം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ദിവസം, ഒരു പകൽ മുഴുവനും ബസ് യാത്രയായിരുന്നു. കാരണം ഗംഗോത്രിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ. ഗംഗോത്രി കാണാനും അങ്ങനെ ഗംഗോത്രി യമുനോത്രിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ഈ പറയുന്ന പ്രദേശം. എന്തായാലും നമുക്ക് ആ പ്രദേശത്തിൻ്റെ നിബിഡ വനങ്ങൾ, കുതിച്ചുയരുന്ന വെള്ളച്ചാട്ടങ്ങൾ, ദുർഘടമായ ഭൂപ്രദേശങ്ങൾ എന്നിവയുടെ ആവേശകരമായ ട്രക്കിംഗ് നടത്താൻ പറ്റുന്നവർക്കൊക്കെ അതിനുള്ള സൗകര്യം. ഈ ഒരു പാലത്തിന് മുകളിൽ കൂടിയുള്ള കാഴ്ചയാണ് താഴത്തെ നദിയുടെ മനോഹരമായ കാഴ്ച. ഞാൻ അങ്ങ് ഒപ്പിയെടുത്തതാണ് ഞങ്ങൾക്ക് വേണ്ടി. ദുർഘടമായ വഴിയിൽ കൂടിയാണ് യാത്ര. പലയിടത്തും മണ്ണിടിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മഴയും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മഴയും പെയ്യുന്ന ഒരു സ്ഥലമാണ്. വെള്ളം ഒലിച്ചിറങ്ങുന്ന മണ്ണും വലിയ വലിയ പാറകളും പാറക്കഷ്ണങ്ങളുമായിട്ട് മണ്ണ് ഒലിച്ച് റോഡിലേക്ക് ഇറങ്ങിയ പ്രദേശമാണ്. അവിടെ മണ്ണ് നീക്കിയിട്ട് മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. രാവിലെ ഹരിദ്വാറിലെ
ഞങ്ങളുടെ ആശ്രമം, നമ്മൾ താമസിച്ചിരുന്ന ആശ്രമമായ സ്വതപ്രകാശ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ഇന്നു മുതലാണ് ചാർധാം യാത്രയുടെ യഥാർത്ഥ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു യമുന നദിയുടെ കൈവഴികളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ടൺസ് നദിയുടെയും പിന്നെ ചില കൈവഴികൾ നമ്മൾ ഈ യാത്രക്കിടയിൽ കാണുന്നുണ്ട്. എന്തായാലും ബാർക്കോട് എന്ന സ്ഥലത്തിന് വളരെ മനോഹരമായ നദീതീര യാത്രകൾക്ക്, വിശ്രമവേളകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്നുള്ളത്. കാരണം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ ടൂറിസ്റ്റുകൾ, അതായത് വിനോദസഞ്ചാരികൾ നിറയെ കാണുന്നുണ്ട്. നമ്മൾ റോഡിൻ്റെ ഒരു ചെറിയ റോഡാണ്. ഒരു വാഹനം എതിരെ മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അത് എത്രമാത്രം പെട്ടെന്ന് പിന്നെ മറികടക്കാൻ കഴിയും. ഇവിടെയൊക്കെ കുറച്ചൊക്കെ വീതി, നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രദേശത്തെല്ലാം കുറച്ചൊന്ന് വീതി കൂടുതലുണ്ട്. പക്ഷേ ചില പ്രദേശങ്ങളിൽ അങ്ങനെയല്ല അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു വാഹനം വളരെ ദൂരം പുറക്കോട്ട് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ മുന്നോട്ട് എടുത്തതിന് ശേഷമായിരിക്കും പോകാൻ. നമ്മളിതാ മണ്ണിടിച്ചിൽ നടന്ന് അവിടെ JCB കൊണ്ട് മണ്ണ് നീക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ഒരുപക്ഷെ കുറച്ച് നേരത്തെ വന്നിരുന്നുവെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴുന്നതും കല്ല് ഇടിഞ്ഞ് വീഴുന്നതും ഒരുപക്ഷെ കാണേണ്ടി വരും. പക്ഷെ നമ്മൾ ചിലപ്പോൾ അതിനകത്ത് പെട്ടും പോയേനെ. എന്തായാലും അതൊക്കെ നീക്കം ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മറ്റൊരു കാഴ്ച, വെള്ളച്ചാട്ടം. വെള്ളം ഇങ്ങനെ ധാരധാരയായി വളരെ ശക്തമായി വെള്ളച്ചാട്ടം റോഡിലേക്ക് വീഴുന്നതാണ്. ആ വെള്ളം റോഡിന് കുറുകെ കടന്നു പോവുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച. മല വെട്ടി ഒതുക്കിയ വളരെ ഇടുങ്ങിയ റോഡുകൾ, അതുപോലെ വെള്ളം വീണ് എപ്പോഴും ചെളി പുരണ്ട റോഡുകൾ, കട്ടർ നിറഞ്ഞ റോഡുകൾ, അതിന് സമാന്തരമായി തന്നെ ഗിരിശൃംഗങ്ങൾ, നിരവധി ഗിരിശൃംഗങ്ങൾ, പച്ചപ്പ് നിറഞ്ഞതും മഞ്ഞുമൂടി കിടക്കുന്നതുമായ ഗിരിശൃംഗങ്ങൾ. വളരെ എന്താ പറയുക, നമുക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള റോഡുകളാണ്. കാരണം ഒരു വശത്ത് വലിയ മല, ഉയർന്ന മലകൾ, അത് ഇടിച്ചു താത്തിയ മലകളും, അതിൻ്റെ താഴെ മറുസൈഡിൽ വലിയ കൊക്കയും, അതിൻ്റെ താഴെ കൂടി നദി ഒഴുകുന്നതും, ഇതെല്ലാം കൂടിയുള്ള വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് നമ്മൾ ഹിമാലയ യാത്ര തുടങ്ങിയിരിക്കുന്നത്. മിനിറ്റുകൾക്ക് മുമ്പ് ഇടിഞ്ഞു വീണ മല, ഇതുള്ള മല ഇടിഞ്ഞു വീണ് പാറയും മണ്ണും റോഡിൽ നിറഞ്ഞപ്പോൾ, യാത്ര തടസ്സപ്പെട്ടപ്പോൾ, വാഹനയാത്ര തടസ്സപ്പെട്ടപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാം. JCBയും മറ്റെന്തെങ്കിലും വന്ന് മണ്ണ് നീക്കുന്ന കാഴ്ച. മണ്ണ് നീക്കിയ ശേഷം മാത്രമേ നമുക്ക് യാത്ര തുടരാൻ കഴിയും. ഞങ്ങളങ്ങനെ വാഹനം നിർത്തി JCB മണ്ണ് നീക്കുന്നതിന് കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിതുപോലെ യാത്ര
അവർ പറയുന്നതനുസരിച്ച് നമ്മൾ അവരുടെ അനുസരിച്ച് പലപ്പോഴും വാഹനം നിർത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ JCB കുറേ കഴിഞ്ഞ് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള സൗകര്യം നീക്കി കഴിഞ്ഞു. ഞങ്ങളുടെ വാഹനം ഇതാ മണ്ണ് നീക്കിയിട്ട് ആദ്യമായിട്ട് ആ പ്രദേശത്തിൻ്റെ മണ്ണ് നീക്കിയ ശേഷം ഞങ്ങളുടെ വാഹനം കടന്നു പോകുന്നത്. ആ വനൽ സൈഡിൽ വലിയ കൊക്കയാണ് ഉണ്ടാകുന്നത്. ആ യാത്ര വളരെ ദുഷ്കരം, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ദുഷ്കരമായ പാതയിൽ കൂടിയാണ് യാത്ര. മലകൾ, ഓരോ മലകളും കയറി ഒന്നിലധികം മലകൾ കയറി ഇറങ്ങിയാണ് യാത്ര. പാർക്കോട്ട് പ്രദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. ഇവിടെ വന്നപ്പോൾ വാഹനങ്ങളുടെ തിരക്കാണ്. ഒരു ചെറിയ വഴിയായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് 2 വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ വാഹനത്തിൽ പിന്നോട്ട് വാഹനത്തിൽ എടുക്കേണ്ടി വന്നു. മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് വീടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ വാഹനത്തിൽ മാത്രം പോകാനുള്ള രീതി മാത്രമാണ്. കുറേ ദൂരം വാഹനം പിന്നോട്ട് എടുക്കേണ്ടി വന്നു. എന്നാൽ മാത്രമേ മറ്റു വാഹനങ്ങൾ വാഹനത്തിൽ പോകാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ച് പുറകോട്ടെടുത്തിട്ട് അല്പം മുന്നിലേക്കെടുത്ത് വളരെ മാക്സിമം ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഈ വാഹനങ്ങളെല്ലാം കടന്നു പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അത്രയ്ക്ക് ദുർഘടമായ വഴികൾ, പാതകൾ പിന്നെ ഗവൺമെൻറ്, ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഒക്കെ ഈ തീർത്ഥാടകർ ധാരാളം വരുന്നതിൻ്റെ റോഡുകൾ അത്യാവശ്യം ഭംഗിയാക്കി ടാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് മലയിടിഞ്ഞ് വീഴുന്നത് കൊണ്ട് അവിടെ റോഡ് നാശമായിട്ടുണ്ട്, കട്ടതകൾ നിറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും തരക്കേടില്ലാത്ത റോഡാണ്. ഈ തീർത്ഥാടകർ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ചാർധാം യാത്ര നടത്താൻ ധാരാളം ആൾക്കാർ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും വരുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അത്തരത്തിൽ ആ റോഡുകളെല്ലാം വളരെ ക്ലീനാക്കിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാൻ സ്ഥലം കിട്ടി. അങ്ങനെ മുന്നോട്ട് യാത്ര തുടരുകയാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് വാഹനങ്ങളുടെ തിരക്കുണ്ട്. ഒരു ചെറിയ റോഡാണ്, ഒരു ചെറിയ പട്ടണവുമാണ്. അപ്പോൾ അവിടെ വാഹനങ്ങളുടെ തിരക്കുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഞങ്ങളുടെ ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തിൻ്റെ ഭംഗി അനുഭവിക്കാൻ വേണ്ടിയിട്ട് കാലാവസ്ഥ സുഖകരവും പുറം പ്രവർത്തനങ്ങൾക്ക് അനുകൂലവുമാവുന്ന വസന്തകാലം അതുപോലെ വേനൽക്കാല സീസണിലാണ് കൂടുതൽ യാത്ര ചെയ്യേണ്ടതെന്നാണ് പല ടൂറിസ്റ്റ് ഏജൻസികളും മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ എല്ലാം നിർദ്ദേശങ്ങളും അങ്ങനെയാണ്. അതായത് വസന്തകാലത്തും വേനൽക്കാലത്തും മാത്രം കൂടുതൽ യാത്ര ചെയ്യുക, എന്നാൽ മാത്രമേ ഈ പ്രദേശത്തെ സൗന്ദര്യം മനോഹരം കാണാൻ കഴിയൂ. എന്നാൽ നമ്മൾ ഒരു മല കടന്നിട്ട് അടുത്ത മലയിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ നിരവധി മലകൾ ഒന്ന് കയറും ഇറങ്ങി, അടുത്ത മല കയറി ഇറങ്ങി, ഇങ്ങനെയാണ് യാത്ര തുടരുന്നത്. ഇപ്പോൾ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്കുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഈ പാലമാണ്. ഇത്തരത്തിലുള്ള ഈ ഇരുമ്പ് പാലങ്ങളാണ്. ആ പാലം കടന്നാണ് അടുത്തതാ
അടുത്ത മലയിലേക്ക് നമ്മൾ കയറുക. ഇങ്ങനെ ഒന്നിലധികം മലകൾ. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ വന്ന വഴി കഴിഞ്ഞ നമ്മൾ പിന്നിട്ട മലയുടെ ഒരു ദൃശ്യം നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. അതാ ആ കാണുന്നതാണ് നമ്മൾ കടന്നു വന്ന വഴി. അത് നമ്മൾ പിന്നിട്ട ഒരു മലയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ നദിയുടെ ഒഴുക്കുണ്ട്. ആ നദിയും മലകളെ തമ്മിൽ വേർതിരിക്കുന്നത് ഇത്തരം ഇടയ്ക്ക് ഒഴുകുന്ന നദീ ചാലുകളാണ്. അങ്ങനെ ഓരോ മലകളും പിന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ മനോഹരമായി നദിയുടെ ആ കിടപ്പ് പച്ച പാല് പോലെ, അല്ലെങ്കിൽ പാല് എന്ന് പറഞ്ഞാൽ വെള്ള നിറമാണ്, പക്ഷേ പച്ച വളരെ മനോഹരമായ പച്ച, അതായത് ചുറ്റിനും പച്ചപ്പും നദിയുടെ വെള്ളത്തിനും പച്ച നിറം. വളരെ മനോഹരമായ ഒരു കാഴ്ച. നമുക്കൊരു സാധാരണ നദികളിലെല്ലാം നീല നിറത്തിലുള്ള വെള്ളമാണ് നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങൾ കൂടുതലും കാണുന്നത്. ചിലപ്പോൾ വലിയ തടാകങ്ങളിൽ പച്ച നിറത്തിലുള്ള ജലാശയം. ഇപ്പം നദികളിൽ ഒരു നീല നിറത്തിലുള്ള വെള്ളമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല, കടുത്ത പച്ച നിറത്തിലുള്ള ഒരു ഗ്രീൻ പച്ച, അതായത് ചെടികളുടെയൊക്കെ ഗ്രീനായിട്ടുള്ള പച്ച നിറത്തിലുള്ള വെള്ളമാണ്. അതിൻ്റെ ഓരങ്ങളിൽ നല്ല വെള്ള പൂശിയതുപോലുള്ള വെളുത്ത മനോഹരമായ മണലുകൾ, വെള്ള മണലുകൾ, ഒരു എന്താ പറയാം, പഞ്ചാര പോലുള്ള വെള്ള മണലുകളും കാണാം. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ താവളമായ ജാനകി ചട്ടി ലക്ഷ്യം ഇട്ടാണ് ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഞങ്ങൾ തങ്ങുന്നത് ജാനകി ചട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് അടുത്ത ദിവസം, അതായത് പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര തുടരുന്നത്. യമുനോത്രിയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെ. അങ്ങനെ യമുനോത്രിയിലേക്ക് പോകാനുള്ള യാത്ര ഞങ്ങളിന്ന് താമസിക്കുന്നത് ജാനകി ചട്ടിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജാനകി ചട്ടി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും ഉയരത്തിലുള്ള 2650 മീറ്റർ ഉയരത്തിൽ ഉള്ള ഈ പ്രദേശത്ത് ചൂടുവെള്ള നീരുറവകൾ നിരവധിയുണ്ട്. അതിൽ പേരുകേട്ട പ്രദേശമാണ് ഈ ജാനകി ചട്ടി എന്ന് പറയുന്നത്.
യമുനോത്രിയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രമായി ജാനകി ചട്ടി ഈ മേഖലയിലെ അവസാനത്തെ ഗ്രാമത്തെ ഉൾക്കൊള്ളുന്നു. ഏറ്റവും അവസാനത്തെ ഒരു ഗ്രാമമാണ്. അതായത് അത് കഴിഞ്ഞാൽ പിന്നെ യമുനോത്രി കയറേണ്ട മലയാണ്. അത് കഴിഞ്ഞ് ചൈനയുടെ പിന്നെ എന്താ പറയുക അതിർത്തി പ്രദേശവുമാണ്. അങ്ങനെ അവസാനത്തെ ഗ്രാമമാണ് എന്ന് വേണമെങ്കിൽ ഈ ജാനകി ചട്ടിയെ ഈ പ്രദേശത്തിൻ്റെ അവസാനത്തെ ഗ്രാമമായിട്ട് കണക്കാക്കാം. ആ യമുനോത്രി ആ ജാനകി ചട്ടി ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. യമുനോത്രിയിലേക്ക് പോകുന്ന ദാംത എന്നു പേരുള്ള ഒരു ചെറിയ പട്ടണമാണിത്. ആ ദാംത പട്ടണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടേക്ക് ദൂരെ ചോളം കൃഷികൾ കാണാം. ദൂരേക്ക് ചോളം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും ചോളക്കൃഷി കാണാൻ കഴിയും. ദാംത എന്ന് പറയുന്ന ഒരു പട്ടണം കുറച്ച് ജനവാസമുള്ള ഒരു സ്ഥലമാണ്. ചോളക്കൃഷി കൂടുതലുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഈ റോഡിൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ ചെടികൾ കാണുന്നതായി ഈ കാണുന്ന ചെടികളെല്ലാം ഗഞ്ചാവിൻ്റെ ഒരു ചെറിയ രൂപമാണ്. ഭാങ്ക് എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയുള്ള ചെടികൾ റോഡ് സൈഡിൽ നിറയെ കാണാം. നമ്മൾ ഇവിടുന്ന് വരുന്ന വഴിയിൽ തന്നെ നിരവധി ചെടികൾ അത്തരത്തിൽ ഭാങ്ക് എന്നുള്ള ഗഞ്ചാവിൻ്റെ വേറൊരു രൂപമാണ്. ഇവിടെ ധാരാളമായിട്ട് ഇങ്ങനെ റോഡ് വക്കിൽ പോലും നിറഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. ഈ കാണുന്നതൊക്കെ ആ ഇനത്തിൽപ്പെട്ടതാണ്. ആ ഇല കാണുമ്പോൾ അറിയാം ഏകദേശം ഗഞ്ചാവിൻ്റെ ഇലയാണ് ഉള്ളത്. ഭാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. യമുനോത്രിക്ക് പോകുന്ന വഴിയിൽ നമ്മളൊന്ന് ഒരു കടയുടെ അവിടെ കുറച്ചൊന്ന് വിശ്രമിക്കാനും അല്പം വെള്ളം കുടിക്കാനൊക്കെ അറിയാം. അവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന മലയുടെ ഒരു ദൃശ്യമാണ്. ഏറ്റവും മുകളിലൊരു ഗ്രാമം, അത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു ചെറിയ ഗ്രാമമുണ്ട്. ഈ ഗ്രാമങ്ങളാണ് ഈ പോകുന്ന പാതകളിലൂടെയാണ് നമുക്ക് ഇനി മുകളിലോട്ട് സഞ്ചരിക്കേണ്ടത്. അത്ര വലിയ മലനിരകളുടെ കുന്നുകളിലെ യൂട്ടേൺ റോഡുകൾ വഴി ഇങ്ങനെ ഇനിയും കുറഞ്ഞതൊരു 5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ്. അത്തരത്തിലുള്ള ഒരു യാത്രയിൽ വളരെ വളരെ ഗംഭീരമായ ഒരു യാത്രയിലാണ് നമ്മൾ പോകുന്നത്. മലയുടെ മുകളിൽ ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ച ആ ഗ്രാമം അവിടെ ഉണ്ടാവും. ഏറ്റവും മുകളിൽ നെൽകൃഷി വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ നെൽകൃഷിയും പിന്നെ കപ്പലണ്ടിയും കൃഷി ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമാണ്. ആ തട്ടുതട്ടായിട്ട് നെൽകൃഷി ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക്. വളരെ മനോഹരമാണ്. ആ മലയിടുക്കുകളിൽ കിട്ടുന്ന ചെറിയ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന മനോഹരമായിട്ടാണ് ആ നെൽകൃഷി നടത്തിയിരിക്കുന്നത്. കേട്ടോ, വെള്ളം ഈ മലയിടുക്കുകളിൽ വെള്ളമില്ലെങ്കിൽ വെള്ളം അവരെത്തിച്ച് അവിടെ കൃഷി ചെയ്യുകയാണ്. നെൽകൃഷി നമ്മുടെ നാട്ടിൽ ധാരാളം നെൽവയലുകളുണ്ടെങ്കിൽ നമ്മളെല്ലാം ധരിച്ചിട്ട് നെൽകൃഷി നമ്മൾ മറന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഈ മലയിടുക്കുകളിൽ കിട്ടുന്ന ചെറിയ സ്ഥലങ്ങളിൽ നെൽകൃഷി നടത്തി അതുപോലെ കപ്പലണ്ടി കൃഷി നടത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്ന അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കാൻ മാത്രം ആണ്. പക്ഷേ ഇവിടെ അവർ ചെയ്ത് കാണിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന ആ നെൽകൃഷി. വളരെ മനോഹരമാണ്. തട്ടായിട്ട് നെൽകൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ എത്രയോ മനോഹരമാണ്. ഇതാ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ നെൽകൃഷി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജാനകി ചട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു മതപരമായ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ തങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ജാനകി ചട്ടി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞു, ചൂട് നീരുറവുകൾ പ്രശസ്തമാണ് ഈ പ്രദേശം. യമുനോത്രി ക്ഷേത്രം എല്ലാ വർഷവും ധാരാളം ഭക്തർ സന്ദർശിക്കുന്ന ഒരു പ്രദേശം. അവിടേക്കുള്ള കവാട കേന്ദ്രമാണ്
ജാനകിച്ചട്ടി. ഞങ്ങൾ വന്ന വഴിയിൽ കൂടി മറ്റൊരു വാഹനം കടന്നു പോകുന്നത് നമ്മുടെ വാഹനം ഒന്ന് നിർത്തിയിട്ടപ്പോൾ, അതായത് മുന്നോട്ട് മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി നിർത്തിയിട്ടപ്പോൾ നമ്മൾ കയറി വന്ന വഴി ഒന്ന് ചിത്രീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ആ മലകളുടെ ആ സൗന്ദര്യവും പിന്നെ ഗിരിശങ്കരങ്ങളും അതിൻ്റെ കാഴ്ചയും ഞാനൊന്ന് പകർന്നു. തീർത്ഥാടകർ ഈ ചെറിയ വാഹനത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന സാഹസികമായ യാത്രയാണ്. ഇപ്പോൾ ഒരു അങ്ങനെ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാലും ജാനകിച്ചട്ടിയിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. അവിടെ പിറ്റേന്ന് അതിന് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നോമിനേഷനിലേക്ക് പോകും. ജാനകിച്ചട്ടി അടുത്തുകൊണ്ടിരിക്കുന്ന എന്നാണ് പല നേരത്തെ യാത്ര സംഘടിപ്പിക്കുന്ന പറയുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.